വെറും 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാങ്ങാ ചട്നി ഉണ്ടാക്കിയാലോ. വളരെ ടേസ്റ്റാണ്. മാത്രമല്ല ഈ ഒരു കറി മാത്രം മതി നമ്മൾക്ക് ചോറുണ്ണാൻ വേണ്ടിയിട്ട്. എത്ര കഴിക്കാത്തവർ കഴിച്ചു പോകും. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. മാങ്ങാക്കാലമായാൽ തന്നെ പലതരത്തിലുള്ള മാങ്ങാക്കറികൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് നല്ലൊരു മാങ്ങാക്കറിയാണ്, മാങ്ങാ ചട്നിയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ മാങ്ങാ ചട്നി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു മാങ്ങാ ചട്നിയാണ്. അപ്പോൾ ഞാൻ മൂത്ത 2 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് കുക്കറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലിട്ട് നമുക്ക് ഒറ്റ വിസിലടിച്ചാൽ തന്നെ ഈ കറി റെഡിയാവും. ഇന്ന ഷേപ്പിൽ അരിഞ്ഞെടുക്കണമെന്നൊന്നുമില്ല, ഇത് നമ്മൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അരിഞ്ഞെടുക്കാം കേട്ടോ. ഈ മാങ്ങയുടെ അണ്ടി കൂടെ നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്, അത് കളയുന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ 2 മാങ്ങയുടെ അണ്ടി ഇതിലേക്ക് അരിഞ്ഞിടുന്നുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന കറിയാണ് കേട്ടോ. മാങ്ങ വെച്ചിട്ട് നമ്മൾ പലതരം കറികൾ ഉണ്ടാക്കിയെടുക്കാറുണ്ടല്ലോ. അപ്പോൾ ഈ കറി അറിയില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിലേക്ക് 2 ഗ്രാമ്പു ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു കഷ്ണം പട്ട, ഒരു 2-3-4 കാന്താരി മുളകിന് പകരം നിങ്ങൾക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ് ജീരകം പൊടിച്ചത്. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഓപ്ഷനാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ആവശ്യത്തിന് അനുസരിച്ചിട്ടുള്ള എരിവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂണ് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ് കായപ്പൊടിയും 1/4 ടീസ്പൂണ് ഉലുവ പൊടിച്ചതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഒരു കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കണം. ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്നത് ശർക്കര ചേർക്കാതെയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാത്തത്. ഈ സമയത്ത് നിങ്ങൾക്ക് ശർക്കര ചേർക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കണം. ആ ശർക്കര ചേർത്താൽ നല്ല ടേസ്റ്റിന് വേറെ വ്യത്യാസമാണ്, നല്ല ടേസ്റ്റുള്ള ഒരു കറി കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളവും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾക്ക് മൂടി അടച്ച് വെച്ച് ഒറ്റ വിസിൽ വരുന്നവരെ ഒന്ന് ഇത് വേവിച്ചെടുക്കാം. ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒറ്റ വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം, അതിനുശേഷം ഇത് എടുക്കാം. അപ്പോൾ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒറ്റ വിസിൽ മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ മാങ്ങ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. 5 മിനിറ്റ് പോലും നമുക്ക് ആവശ്യമില്ല. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഈ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 2-3 ദിവസമൊക്കെ നമുക്ക് കേടാവാതെ ഇരിക്കുകയും ചെയ്യും. കുക്കറിൽ വെക്കരുത്, വെച്ച് ഇതിപ്പോൾ ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. കുക്കറിൽ തന്നെ, അതായത് ഈ അലുമിനിയം കുക്കറിൽ തന്നെ നമ്മൾ കറികൾ, ഏത് കറികളായാലും വെക്കരുത്, അത് കേടാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കഴിയണതും കുക്കറിൽ സാധനങ്ങൾ വെച്ചതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക, എന്നിട്ട് ഉപയോഗിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ കറി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.